നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കോഡിന്റെ രൂപത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരുപാട് പേര് ക്ലാസ് കണ്ടു, നല്ല അഭിപ്രായം പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പൊ മണ്ഡലങ്ങൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് കോഡിന്റെ രൂപത്തിൽ പഠിച്ചാലോ? എളുപ്പത്തിൽ ക്ലാസ് ഇരുന്ന് തന്നെ പഠിപ്പിച്ച് സെറ്റാക്കി വിടാം. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമന്റ് ചെയ്താൽ മതി. PDF എന്തായാലും നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ട് തന്നേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കൂ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കണേ. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിന്ന് തന്നെ തുടങ്ങാം. VD സതീശൻ. VD സതീശന്റെ മണ്ഡലം ഏതാണ്? പറവൂർ മണ്ഡലമാണ്. നിങ്ങൾ VD സതീശനെ കുറിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണെന്നറിയാലോ, കേട്ടിട്ടുണ്ടായിരിക്കും. ഇദ്ദേഹം കോളേജ് തലം മുതൽ തന്നെ നല്ലൊരു പ്രാസംഗികനാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ട് പറവകൾ വരെ പറന്നുപോയി എന്നോർത്താ പോരെ. VD സതീശന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ട് ആര് വരെ പറന്നുപോയി? പറവകൾ വരെ പറന്നുപോയി. ഈ ഒരു ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരൂ. VD സതീശന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ കേട്ട് പറവകൾ വരെ പറന്നുപോയി. അപ്പൊ പറവൂർ VD സതീശൻ. സെറ്റാണേ, കഴിഞ്ഞു. അവിടെ കഴിഞ്ഞു. VD സതീശന്റെ മണ്ഡലം കിട്ടി, പറവൂർ. അടുത്തയിലേക്ക് പോകാം. രമേശ് ചെന്നിത്തല. ഇദ്ദേഹത്തിന്റെ മണ്ഡലമാണ് ഹരിപ്പാട്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ്? ഹരിപ്പാട്. എങ്ങനെ ഓർക്കാം? രമേശിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഹരി. അപ്പൊ രമേശും ഹരിയും കൂടി പാട്ടു പഠിക്കാൻ പോയി എന്നോർത്താ മതി. രമേശും ഹരിയും കൂടി എവിടെ പോയി? പാട്ടു പഠിക്കാൻ പോയി. അവരിന്ന് പാട്ട് പഠിക്കുകയാണ്. നല്ല താല്പര്യമാണ് പാടാൻ. അപ്പോ രമേശും ഹരിയും കൂടി എന്തിനു പോയി? പാട്ടു പഠിക്കാൻ പോയി. അപ്പോ രമേശ് ചെന്നിത്തല ഹരിപ്പാട്, VD സതീശൻ പറവൂർ. കിട്ടിയോ? സെറ്റാണല്ലോ. അടുത്തയിലേക്ക് പോകാം. PK കുഞ്ഞാലിക്കുട്ടി. ഇദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറമാണ്. മലപ്പുറം. എങ്ങനെ ഓർക്കാം? കുഞ്ഞാലി മരക്കാറിലേക്കൊന്ന് കണക്ട് ചെയ്തേ. കുഞ്ഞാലി മരക്കാർ മലമുകളിൽ പുറപ്പാട് നടത്തി എന്നോർത്താൽ മതി. അപ്പൊ കുഞ്ഞാലിക്കുട്ടി മലമുകളിലാണ് പുറപ്പാട് നടത്തിയത്. മരക്കാർ അറബിക്കടലിന്റെ സിംഹം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചൊന്ന് കണക്ട് ചെയ്താൽ കുഞ്ഞാലി മലമുകളിൽ പുറപ്പാട് നടത്തി എന്ന് കിട്ടും. അപ്പൊ 3 പേരെ കിട്ടിയല്ലോ. പെട്ടെന്ന് പറഞ്ഞ VD സതീശൻ പറവൂർ, പറവകൾ. VD സതീശന്റെ തീപ്പൊരി പ്രസംഗം കേട്ട് പറവകൾ വരെ പറന്നുപോയി. രമേശും ഹരിയും കൂടി പാട്ട് പഠിക്കാനാണ് പോയത്. അപ്പൊ ഹരിപ്പാട്. രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറം, കുഞ്ഞാലി മരക്കാർ മലമുകളിൽ പുറപ്പാട് നടത്തി. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ബക്രീദ് ഓഫർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ്. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ 10% ഓഫ്. ഈ പറയുന്ന എല്ലാ കോഴ്സുകൾക്കും കമ്പനി LGS, VFA, ബക്കോ LD, വേരിയസ് LGS, എല്ലാ യൂണിഫോം പോസ്റ്റുകൾ, എല്ലാ ഡിഗ്രി ലെവൽ കോഴ്സുകൾക്കും ഇപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടും. ബക്രീദ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ LDCയുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. ക്ലാസ് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സെറ്റാണേ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാണ്. നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചു വന്നോളൂ. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും കൃത്യമായിട്ടും നയിച്ചിരിക്കും. ഫസ്റ്റ് കമന്റില് നമ്മുടെ ആപ്പിന്റെ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. സണ്ണി ജോസഫ്. ഇദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെയാണ്? പേരാവൂർ. ഓക്കെ, സണ്ണി ജോസഫിൽ നിന്ന് സണ്ണിയെ ഇങ്ങെടുത്താൽ സണ്ണി ലിയോണിന്റെ സിനിമ കാണാൻ ഒരുപാട് പേര് വരും. ഓക്കെ, ഒരുപാട് ആൾക്കാർ വരും. അപ്പൊ സണ്ണി ലിയോണിന്റെ സിനിമ കാണാൻ ഒരുപാട് പേര് വരും. പേരാവൂർ. വേറെ ഒന്നും ഓർക്കണ്ട. സണ്ണി ജോസഫിന്റെ വകുപ്പ് ഏതാണ്? വൈദ്യുതി, പരിസ്ഥിതി. വൈദ്യുതി എങ്ങനെ ഓർക്കാൻ പറഞ്ഞു? സണ്ണി എന്നുള്ള വൈദ്യുതി പരിസ്ഥിതി സൗഹാർദ്ദമാണെന്ന് ഓർക്കാൻ പറഞ്ഞില്ലേ? അപ്പോ സണ്ണി ലിയോണിന്റെ സിനിമ കാണാൻ ഒരുപാട് പേര് വരും. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. മുരളീധരൻ. നിങ്ങളോടുള്ള ചോദ്യമാണ്, മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഞാൻ പറഞ്ഞ കോഡ് ഓർമ്മയുണ്ടോ? ഓക്കെ, കമന്റ് ചെയ്തോളൂ. K മുരളീധരൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാ? ഇദ്ദേഹത്തിന്റെ മണ്ഡലം വട്ടിയൂർക്കാവ്. ഇങ്ങനെ ഓർത്താ മതി. മുരളി ഊതുന്നവർ കാവിൽ വട്ടത്തിൽ ഇരിക്കുക. ഒരു പിക്ചർ കാണിച്ചു തരാം, അതൊന്ന് ഓർത്തിരുന്നാ മതി. മുരളി ഊതുന്നവർ കാവിൽ എന്ത് ചെയ്യുക?
വട്ടത്തിൽ ഇരിക്കുക എന്ന് ഓർത്താ മതി. മുരളീധരൻ വട്ടിയൂർക്കാവ്. അപ്പൊ മുരളി ഊതുന്നവർ എന്ത് ചെയ്യുക? കാവില് വട്ടത്തിൽ ഇരിക്കുക. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. AP അനിൽകുമാർ, ഇദ്ദേഹത്തിന്റെ മണ്ഡലം വണ്ടൂരാണ്. വണ്ടൂർ. എങ്ങനെ ഓർക്കാം? അനില് തന്റെ കാറിന് ഒരു വണ്ടർ ലുക്ക് കൊടുത്തു. അനില് തന്റെ കാറിന് എന്ത് കൊടുത്തു? ഒരു വണ്ടർ ലുക്കാണ് കൊടുത്തത്. അനില് തന്റെ കാറിന് എന്താ കൊടുത്തത്? ഒരു വണ്ടർ ലുക്ക്. അപ്പൊ അനിൽ കുമാർ കാർ, കുമാർ കാർ, വണ്ടർ, വണ്ടൂർ. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തയിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഓഫർ മറക്കണ്ട കേട്ടോ. അടുത്ത നോക്കാം. PC വിഷ്ണുനാഥ്, ഇദ്ദേഹത്തിന്റെ മണ്ഡലം കുണ്ടറയാണ്. എങ്ങനെ ഓർക്കാം? വിഷ്ണുവിന്റെ കവച കുണ്ഡലങ്ങൾ എന്ന് ഓർത്താൽ മതി. വിഷ്ണുവിന്റെ കവച കുണ്ഡലങ്ങൾ. അപ്പൊ വിഷ്ണുനാഥ് കുണ്ടറയാണെന്ന് എളുപ്പത്തിൽ കിട്ടും. വിഷ്ണുവിന്റെ കവച കുണ്ഡലങ്ങൾ. ഓക്കെ, അടുത്ത നോക്കാം. M ലിജു കായംകുളം. ലിജു എന്ത് ചെയ്തു? കുളത്തിൽ നിന്നും മീൻ പിടിച്ചു എന്ന് ഓർത്താൽ മതി. കായമിട്ട് കുളത്തിൽ നിന്നും മീൻ പിടിച്ചു. അപ്പൊ ലിജു കുളത്തിൽ നിന്നും കായമിട്ട് മീൻ പിടിച്ചു. കായംകുളം. എം ലിജു. ഓക്കെ, ലിജു എക്സൈസ് സഹകരണം. ഓക്കെ, അതിന്റെയൊക്കെ കോഡ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. റോജി M ജോൺ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് റോജി M ജോൺ. ഇദ്ദേഹത്തിന്റെ മണ്ഡലം അങ്കമാലിയാണ്. എങ്ങനെ ഓർക്കാം? റോജി അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് ഓർത്താൽ മതി. റോജി എവിടെ അഭിനയിച്ചിട്ടുണ്ട്? അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ട്. റോജി അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് T സിദ്ദിഖ്, ഇദ്ദേഹത്തിന്റെ മണ്ഡലം കൽപ്പറ്റയാണ്. T സിദ്ദിഖിന്റെ മണ്ഡലം എവിടെയാണ്? കൽപ്പറ്റ. നമ്മള് ദൃശ്യം 3 ഒക്കെ കണ്ടായിരുന്നോ? അപ്പൊ അതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സിദ്ദിഖാണ്. കല്ല് വെച്ചോളത്തെ ഡയലോഗാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കല്ല് വെച്ചോളത്തെ ഡയലോഗ്. അപ്പൊ സിദ്ദിഖ് പറഞ്ഞേക്കുന്ന ഡയലോഗ് ഒക്കെ എന്താണ്? കല്ല് വെച്ചോളത്തെ ഡയലോഗാണ്. അപ്പൊ കൽപ്പറ്റ സിദ്ദിഖ്, കൽപ്പറ്റ സിദ്ദിഖ് കിട്ടുമല്ലോ. അടുത്ത നോക്കാം. OJ ജനീഷ്, ഇദ്ദേഹത്തിന്റെ മണ്ഡലം എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ജനീഷ് കൊടുങ്ങല്ലൂരിൽ ഭരണിപ്പാട്ട് കേൾക്കാൻ പോയി എന്ന് ഓർത്താ മതി. ജനീഷ് കൊടുങ്ങല്ലൂരിൽ എന്തിനാ പോയത്? ഭരണിപ്പാട്ട് കേൾക്കാനാണ് പോയത്. ജനീഷ് കൊടുങ്ങല്ലൂരിൽ എന്തിനാ പോയത്? ഭരണിപ്പാട്ട് കേൾക്കാനാണ് പോയത്. ഓക്കെ, ഓർക്കുമല്ലോ. ഇതെല്ലാം ഓർക്കാൻ വേണ്ടി പറയുന്ന കോഡുകളാണ്. ഇനി N ഷംസുദ്ദീൻ മണ്ണാർക്കാടാണ്. ദീൻ എന്ന് വെച്ചാൽ എന്താണ്? പണം. അപ്പൊ ഷംസു ദീൻ മണ്ണിലാണ് കുഴിച്ചിട്ടേക്കുന്നത് എന്ന് ഓർത്താ മതി. ഷംസുദ്ദീൻ അഥവാ പണം എവിടെയാ കുഴിച്ചിട്ടേക്കുന്നത്? മണ്ണിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. മണ്ണിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്. ഓർക്കുമല്ലോ. അടുത്ത നോക്കാം. KM ഷാജി, ഇദ്ദേഹത്തിന്റെ മണ്ഡലം വേങ്ങര. എങ്ങനെ ഓർക്കാം? ഷാജി വേഗത്തിൽ കറി കൂട്ടി ചോറുണ്ടു. ഷാജി വേഗത്തിൽ കറി കൂട്ടി എന്തുണ്ടു? ചോറുണ്ടു. അപ്പൊ KM ഷാജി വേങ്ങര. വേങ്ങര. KM ഷാജി വേങ്ങര. ഷാജി വേഗത്തിൽ കറി കൂട്ടി ചോറുണ്ടു. ഓക്കെ, പറയുന്നെല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലെ? ഇനി PK ബഷീർ ഏറനാട്. PK ബഷീറിന്റെ മണ്ഡലം എവിടെയാണ്? ഏറനാട്. ബഷീറിന്റെ നോവലുകൾ വായിക്കാൻ ഏറെ നാളായി കൊതിക്കുന്നു. ബഷീറിന്റെ നോവലുകൾ വായിക്കാൻ ഏറെ നാളായി. ഏറനാട്. ഏറെ നാളായി കൊതിക്കുന്നു. ഏറെ നാളായി കൊതിക്കുന്നു എന്ന് ഓർത്താ മതി. ഓക്കെ, അടുത്ത നോക്കാം. VE അബ്ദുൾ ഗഫൂർ, ഇദ്ദേഹത്തിന്റെ മണ്ഡലം കളമശ്ശേരിയാണ്. അപ്പൊ നമുക്ക് നാടോടിക്കാറ്റിലേക്ക് പോകാം. ഗഫൂർ കാ ദോസ്ത്. അതില് ഈ ഗഫൂർ കാ ദാസനെയും വിജനെയും കള്ളം പറഞ്ഞിട്ടാണ് മദിരാശി പട്ടണത്തില് എത്തിക്കുന്നത് അല്ലെ. ദുബായി ആണെന്ന് പറഞ്ഞിട്ട് ചാടിക്കൊള്ളാൻ പറഞ്ഞിട്ട് അവര് ചെന്ന് അടിയുന്നത് മറീന ബീച്ചിലാണ്. അപ്പോ ഗഫൂർ കള്ളം ശരിയാക്കാൻ നോക്കി. ഗഫൂർ എന്ത് ചെയ്തു? കള്ളം ശരിയാക്കാൻ നോക്കി എന്ന് ഓർത്താൽ മതി. ഗഫൂർ എന്ത് ചെയ്തു? കള്ളം ശരിയാക്കാൻ നോക്കി. ഇദ്ദേഹത്തിന്റെ മണ്ഡലം കളമശ്ശേരി. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തത് മോൻസ് ജോസഫ്, ഇദ്ദേഹത്തിന്റെ മണ്ഡലം കടുത്തുരുത്തിയാണ്. മോൻസ് ജോസഫിന്റെ മണ്ഡലം എവിടെയാ? കടുത്തുരുത്തി. എങ്ങനെ ഓർക്കാം? മോൻ കുടിച്ച ചായ നല്ല കടുപ്പമായിരുന്നു.
സാധാരണ പിള്ളേർക്ക് നമ്മൾ കടുപ്പത്തിലുള്ള ചായ ഒന്നും കൊടുക്കാറില്ലല്ലോ, പക്ഷെ മോന് കൊടുത്ത ചായ നല്ല കടുപ്പമായിരുന്നു. മോൻ കടുത്തുരുത്തി, കടുപ്പം കടുത്തുരുത്തി, എളുപ്പത്തിൽ കിട്ടത്തില്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മള് ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നോക്കി അപ്പൊ നിങ്ങൾക്ക് ഈ കോഡൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ സ്വന്തം കൃതിയാണ് കേട്ടോ, സ്വന്തം കോഡുകളാണേ. അനൂപ് ജേക്കബ് പിറവ. ഒരു കുഞ്ഞിന്റെ മുഖമല്ലേ അനൂപ് ജേക്കബിനെ കാണുമ്പം. അപ്പൊ അനൂപ് ജേക്കബ് ഒരു ബൈക്ക് വാങ്ങി, അനൂപ് ഒരു ബൈക്ക് വാങ്ങി എന്ന് കരുതുക. അന്ന് തന്നെയായിരുന്നു അനൂപിന്റെ പിറന്നാൾ. അപ്പോ അനൂപ് ഒരു പുതിയ ബൈക്ക് വാങ്ങിയ ദിവസം തന്നെയാണോ അനൂപിന്റെ പിറന്നാൾ? അല്ലെ, പിറന്നാൾ ദിവസമാണ് അനൂപ് ബൈക്ക് വാങ്ങിയത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ്. അനൂപ് പിറവം, പിറന്നാൾ, ഓർക്കുമല്ലോ. അടുത്തത് KA തുളസി, മണ്ഡലം കോങ്ങാട്. തുളസി വളരുന്നത് കാട്ടിലാണ്. തുളസി വളരുന്നത് എവിടെയാ? കാട്ടിലാണ്. കോങ്ങാട്, കാട്. ഓക്കെ, തുളസി എവിടെയാണ്? കാട്ടിലാണ് വളരുന്നത്, കോങ്ങാട്. ഓക്കെ, എളുപ്പത്തിൽ കിട്ടത്തില്ലേ? അടുത്ത നോക്കാം. ബിന്ദു കൃഷ്ണ, കൊല്ലമാണ് മണ്ഡലം. ബിന്ദു കൃഷ്ണ വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ആര്? ബിന്ദു കൃഷ്ണ. ക്ഷീരവികസനവും ബിന്ദു കൃഷ്ണയ്ക്കാണ്. അപ്പോ ബിന്ദുവും കൃഷ്ണയും ചേർന്ന് ആൾക്കാരെ കൊല്ലാൻ പ്ലാൻ ഇട്ടു എന്ന് ഓർത്താൽ മതി. ആരൊക്കെ ചേർന്നാണ്? ബിന്ദുവും കൃഷ്ണയും ചേർന്ന് ആൾക്കാരെ എന്ത് ചെയ്തു? കൊല്ലാൻ പ്ലാൻ ഇട്ടു. ബിന്ദു കൃഷ്ണ രണ്ടാൾക്കാരാണ്. ബിന്ദുവും കൃഷ്ണയും ചേർന്ന് ആൾക്കാരെ കൊല്ലാൻ പ്ലാൻ ഇട്ടു. ബിന്ദു കൃഷ്ണ, കൊല്ലമാണ് മണ്ഡലം. ഓക്കെ. അടുത്തത് ഷിബു ബേബി ജോൺ, മണ്ഡലം ചവറയാണ്. ഈ കുഞ്ഞു പിള്ളേർക്കൊരു സ്വഭാവമുണ്ട്. മുറ്റത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്റെ കൊച്ച് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. മുറ്റത്തേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നടന്ന് പോയി ഓരോ സാധനങ്ങൾ എടുക്കുവാണ് ജോലി. അപ്പൊ ബേബി ചവറ്, മുറ്റത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ചവറ് വിറക്കുകയാണ് ബേബിയുടെ ജോലി. ഷിബു ബേബി ജോൺ. അപ്പൊ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഷിബുവിന്റെ ബേബി ചവറ് വിറക്കി എന്ന് ഓർത്താൽ മതി. അല്ലെങ്കിൽ ബേബി എന്ത് ചെയ്തു? മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചവറെല്ലാം വിറക്കുകയാണ് ജോലി. ഓക്കെ. അടുത്ത നോക്കാം. CP ജോൺ, തിരുവനന്തപുരം. ജോൺ എപ്പോഴും തിരക്കിലാണ് എന്ന് ഓർത്താൽ മതി. ഇദ്ദേഹം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ എപ്പോഴും തിരക്കിലാണ്, എപ്പോഴും ഓട്ടോ ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ CP ജോൺ എപ്പോഴും എന്താണ്? തിരക്കിലാണ്. ജോൺ എപ്പോഴും തിരക്കിലാണ്. ഇത്രയേ ഉള്ളൂ മന്ത്രിമാരും മണ്ഡലങ്ങളും. ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇനി ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയും. ഇതിന്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. അപ്പൊ CP ജോൺ എപ്പോഴും തിരക്കിലാണ്. ഓക്കെ. അപ്പോ അത്രയേ ഉള്ളേ. നമ്മുടെ ഓഫറിന്റെ കാര്യം മറക്കരുത്. അപ്പൊ കോഡ് ഒന്ന് റിവിഷൻ അടിച്ചിട്ട് വരാം. ജോൺ എപ്പോഴും തിരക്കിലാണ്. ബേബി മുറ്റത്തെ ചവറെല്ലാം പെറുക്കിയെടുത്തു. ബിന്ദുവും കൃഷ്ണയും ചേർന്ന് കുറച്ചുപേരെയൊക്കെ കൊല്ലാൻ തീരുമാനിച്ചു. തുളസി എവിടെയാ വളരുന്നത്? കാട്ടിലാണ്. അനൂപ് ബൈക്ക് വാങ്ങിയ ദിവസമാണ് അവന്റെ പിറന്നാൾ. ഹാപ്പി ബർത്ത്ഡേ. മോൻ കുടിച്ച ചായ നല്ല കടുപ്പമായിരുന്നേ. ഗഫൂർ കള്ളം പറഞ്ഞ് ശരിയാക്കാൻ നോക്കിയ വ്യക്തിയാ. ബഷീറിന്റെ നോവലുകൾ ഏറെ നാളായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഷാജി വേഗത്തിൽ കറി കൂട്ടി ചോറുണ്ടോ. ഷംസുദ്ദീനൊക്കെ പണമൊക്കെ എവിടെയാ കുഴിച്ചിട്ടേക്കുന്നത്? മണ്ണിലാണ് കുഴിച്ചിട്ടേക്കുന്നത്. ജനീഷ് കൊടുങ്ങല്ലൂർ എന്തിനാ പോയത്? ഭരണിപ്പാട്ട് കേൾക്കാനാ പോയത്. സിദ്ദിഖ് പറയുന്ന ഡയലോഗ് ഒക്കെ കല്ല് വെച്ച ഡയലോഗുകളാണ്. റോജി അങ്കമാലി ഡയറീസിലെ ഒരു നടനാണേ. ലിജു കുളത്തിൽ നിന്നും കായമിട്ടാണ് മീൻ പിടിച്ചത്. ഇനി വിഷ്ണുവിന്റെ കവച കുണ്ഠലം. ഓക്കെ. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ കാര്യം മറന്നു പോരുതേ. ഇനി അനിൽകുമാറോ? അനിൽ വാങ്ങിയ പുതിയ കാർ ഉണ്ടല്ലോ, നല്ല വണ്ടറാക്കി. ഓക്കെ, എന്ന് ഓർത്താൽ മതിയേ. ഇനി മുരളി വായിക്കുന്ന ആൾക്കാരൊക്കെ കാവിലെ വട്ടത്തിലിരിക്കൂ. ഓക്കെ. സണ്ണി ജോസഫ്, സണ്ണി ലിയോണിന്റെ സിനിമ കാണാൻ ഒരുപാട് പേര് വരും. ഓക്കെ. ഇനി അടുത്തത് കുഞ്ഞാലി മരക്കാർ മലമുകളിൽ എന്ത് ചെയ്തു? പുറപ്പാട് നടത്തി. ഹരിയും രമേശും കൂടെയാണ് പാട്ട് പഠിക്കാൻ പോയത്. VD സതീശൻ തീപ്പൊരി പ്രാസംഗികനാണ്. പറവുകൾ വരെ പറന്നുപോയി. ഓക്കെ. അപ്പൊ സെറ്റായിന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ഏതൊക്കെ വീഡിയോസ് വേണം എന്നുള്ളതും കൂടി താഴെ നിന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. താങ്ക് യു.